ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ SDR. അപ്പൊ ഞാൻ ഇന്നൊരു ടെക് വീഡിയോ ആയിട്ടാണ് വന്നത്. എന്ന് വെച്ചിട്ട് ഞാൻ ടെക് എക്സ്പേർട്ടാണ്, ടെക്കിന്റെ തേങ്ങയാന്ന്, വേറെ ലെവലാന്ന് അങ്ങനെയൊന്നല്ല. ടെക് അത്യാവശ്യം ഇഷ്ടമുള്ള ഒരാളാണ്. ടെക് ന്യൂസ് കാര്യങ്ങൾ കുറച്ച് അപ്ഡേറ്റ് നോക്കുന്ന ഒരാളായത് കൊണ്ട് തന്നെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നൊരു സാധനം മേടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പൊ നിങ്ങളെല്ലാം തപ്നയിൽ കണ്ട പോലെ എന്താണ് സാധനം എന്നുള്ളത്, ഇതാണ് സാധനം ഗൈസ്. OnePlus Buds Pro 2. നല്ല സ്പെക്കും കാര്യങ്ങളെല്ലാം കണ്ട് നല്ലൊരു റേറ്റിന് കിട്ടിയോണ്ടാണ് മേടിച്ചത്. അത് പറഞ്ഞപ്പോഴാണ് പെട്ടിയിൽ OnePlus Buds Pro 2 എന്ന് എഴുതിയിട്ടുണ്ട്. ആർബർ ഗ്രീൻ ആണ് കളറ്. വേറെ രണ്ട് കളർ ഉണ്ട്, ഒബ്സീഡിയൻ ബ്ലാക്കും മിസ്റ്റി വൈറ്റും. രണ്ട് കളറായാലും ടോട്ടൽ 3 കളർ, അതായത് കറുപ്പും വെള്ളയും പച്ചയും. എല്ലാരും കറുപ്പും വെള്ളയും കാര്യങ്ങളിൽ എടുക്കുന്നോണ്ട് ഞാൻ ഒരു പച്ച വെറൈറ്റിക്ക് പിടിച്ചാണ് ഗൈസ്. വേറെ സൈഡിൽ ഡൈൻ ഓഡിയോ ഒരു കൊളാബാണ്, OnePlus ഡൈൻ ഓഡിയോ. പിന്നെ ബാക്കിൽ MRP എഴുതിയിട്ടുണ്ട്, 14,000 രൂപയാണ് MRP കാണിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ അൺബോക്സിംഗിലേക്ക് കിടക്കാം ഗൈസ്. പാക്കറ്റ് തുറക്കട്ടെ. ഓക്കേ, പോയിട്ടില്ല ഗൈസ്. യെസ്, പാക്കേജ് തുറക്കുമ്പോൾ തന്നെ ഇങ്ങനൊരു അറയാണ് ആദ്യം തന്നെ ഉള്ളത്. ബഡ്സ് ഫോർ ലൈഫ് എന്ന് പറഞ്ഞ ഒരു അറയാണ്. ഇതാണ് അറ. ഇതിന്റെ ഉള്ളിൽ കാറ്റലോഗും കാര്യങ്ങളെല്ലാം ആയിരിക്കും. ഫസ്റ്റ് തന്നെ മെലഡി ബൂസ്റ്റ് ഡ്യുവൽ ഡ്രൈവർ ടെക്നോളജി. ഓക്കെ, പിന്നെ ഹായ് വാട്ട് ഇഫ് ഐ ടോൾഡ് യു അതോറിറ്റി അങ്ങനെ ബ്ലാ 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 നെവർ സെറ്റിൽ. അപ്പൊ ഇത് ഫസ്റ്റത്തെ എന്ന് പറയുന്നത് അവരെ ഡ്യുവൽ ഡ്രൈവർ ടെക്നോളജിന്റെ ഒരു ഇമേജ് ആണ്. പിന്നെ ബാക്കിൽ ഒരു വെൽക്കം നോട്ടും. ഇത് രണ്ടാണ് ഇതിലുള്ളത്. ബൈ ദ വേ ഗൈസ്, ഇത് ഡ്യുവൽ ഡ്രൈവർ ടെക്നോളജി ആണ് കേട്ടോ. അതായത് 2 ഡ്രൈവർ ഉണ്ട്. 11mm വൂഫറും ഉണ്ട്, പിന്നെ 6mm ട്വീറ്ററും ഉണ്ട്. പാടെല്ലാം വേറെ ലെവലായിരിക്കും. ജിൽ പവർ സാധനം, ഗുമ്മ സാധനമായിരിക്കും. അതിനുശേഷം ഒരു കാറ്റലോഗ് ഉണ്ട്. എന്തെല്ലാം എവിടെയാണ് ഞെക്കേണ്ടതെന്നും മറ്റേ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ വായിക്കാം. OnePlus Buds Pro 2 നെവർ സെറ്റിൽ എന്നുള്ള എഴുതിയിട്ടുണ്ട്. ആദ്യ കാറ്റലോഗാ ഗൈസ്. അങ്ങനെ തന്നെ കാറ്റലോഗ് കാര്യങ്ങൾ കേൾക്കണം. എന്താ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കാം, വേണ്ടെങ്കിൽ വിടാം. പിന്നെ യെസ് ഗൈസ്, ഇതാണ് സാധനം. ഇത് OnePlusന്റെ ഡെവലപ്പറെ കിട്ടുന്ന ഒരു സാധനമാണ്. റെഡ് കേബിൾ ക്ലബ് ഡെവലപ്പറെ കിട്ടുന്ന ഒരു കാർഡാണ്. ബാക്കിൽ സ്കാൻ ടു ക്ലെയിം യുവർ വെൽക്കം ബെനിഫിറ്റ്സ്. യെസ്, ഇതിന് ശേഷമാണ് ഗൈസ് നമ്മളെ സാധനം വരുന്നത്, OnePlus Buds Pro 2. അപ്പൊ നമ്മുടെ കഥാനായകൻ അതിന് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. ബാക്കിൽ അതിന് ശേഷം എന്തെല്ലാം അല്ലേ നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് വേറെ 2 അറിയണ്ട. അതിൽ ഒന്ന് ഇയർ ടിപ്സ് ആണ്. നമ്മളെ ചെവിന്റെ സൈസിനനുസരിച്ചിട്ട് ഈ സംഭവം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാലേ നമുക്ക് ആ ഓഡിയോന്റെ കറക്റ്റ് ക്വാളിറ്റി നമുക്ക് കിട്ടൂലൂ. അടുത്തത് ആക്സസറീസ്. എന്താ ആക്സസറീസ്? ചോപ്പ് കേബിള്. ആക്സസറീസ് ചോപ്പ് കേബിള്. അപ്പൊ ഇതെല്ലാം സംഭവങ്ങളൊക്കെ മാറ്റി വെച്ച് നമുക്ക് സാധനങ്ങൾ എടുക്കാം. യെസ് ഗൈസ്, OnePlus Buds Pro 2. യെസ്, നല്ല പ്രീമിയം സാധനം കേട്ടോ. എടുക്കുമ്പോൾ തന്നെ കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ ആ ഒരു പ്രീമിയം ഫീല് കിട്ടുന്നുണ്ട്. നല്ലൊരു കുഞ്ഞി സാധനം. ആഞ്ജനേയ സ്വാമി. നല്ലൊരു കുഞ്ഞി സാധനം, കയ്യിൽ പിടിക്കാൻ തന്നെ നല്ല സുഖമാണ്. നല്ലൊരു കുഞ്ഞി സാധനം, നല്ല പ്രീമിയം സാധനമാണ്. നല്ല അടിപൊളി ഇയർ ബഡ്സും കേട്ടോ. അതാണ് ഗൈസ് ഇയർ ബഡ്സ്. നല്ല ഇയർ ബഡ്സും ആണ്. ബൈ ദ വേ, ഇത് ഡ്യുവൽ ഡ്രൈവർ ടെക്നോളജി ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 ഡ്രൈവർ ഉണ്ട്. 11mm വൂഫർ, 6mm ട്വീറ്റർ, പാട്ട് വേറെ ലെവല്. പിന്നെ ഹൈറസിന്റെ സപ്പോർട്ട് ഉണ്ട്. പെട്ടിയിൽ എഴുതിയിട്ടുണ്ട് ഹൈറസ് ഓഡിയോ സപ്പോർട്ടാണ്. സ്പേഷ്യൽ ഓഡിയോ ഉണ്ട്, വേറെ ഉണ്ട്, മറ്റേ എല്ലാ ഏകദേശം അധിക സാധനവും ഇതിലുണ്ട്. ഈ ഒരു ഇയർഫോണിലുണ്ട്. സ്പേഷ്യൽ ഓഡിയോ സപ്പോർട്ടഡ് ആണ്. പിന്നെ 48 dB ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. 94mm ലേറ്റൻസി ആണ് ഇവർ പറയുന്നത്. എന്ന് വിചാരിച്ചിട്ട് PUBG കളിക്കുമ്പോൾ ഒന്നും വെച്ച് കളിച്ചേക്കാം, അല്ലെ വെട്ടി കൊണ്ടതിന് ശേഷമായിരിക്കും ഒച്ച കേൾക്കുന്നത്. ഫോർ ഗെയിമേഴ്സ് TWS is a big no. വയർലെസ് ഉപയോഗിച്ചിട്ട് ഒരു കാര്യമില്ല, കാരണം ഭയങ്കര ലേറ്റൻസി ആയിരിക്കും. ഒന്നും സൗണ്ട് എല്ലാം കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ഇവർ കേൾക്കുന്നത് ഈ ഹെഡ്ഫോൺ വെച്ച് ഉപയോഗിക്കുമ്പോൾ. അപ്പം വയേർഡ് സാധനമാണ് അവർക്ക് നല്ലത്. ഗെയിമേഴ്സ് ആണെങ്കിൽ വയേർഡ് സാധനം ഉപയോഗിക്കുക, അതിനെ കൊണ്ട് അവർക്ക് കാര്യമില്ലൂ. ഇത് നോർമൽ സാധാരണ ഒരു യൂസ് ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടാണ് TWS.
അടിപൊളി സാധനമാണ്. പിന്നെ ഇതിൽ IP55 ഡസ്റ്റ് ആൻഡ് സ്വെറ്റ് റെസിസ്റ്റൻസ് ആണ് ഉള്ളത്. എന്ന് വിചാരിച്ചു ഇതുകൊണ്ട് ഒരു വെള്ളത്തിൽ മുക്കിയിട്ട് അടിച്ചു പോയി ഗൈസ് എന്നൊന്നും പറഞ്ഞ ഒരു കാര്യമില്ല. ഇത് ഡസ്റ്റ് ആൻഡ് സ്വെറ്റ് റെസിസ്റ്റൻസ് ജസ്റ്റ് സ്പ്ലാഷ് പ്രൂഫ് പോലത്തെ കാര്യങ്ങളെ ഉണ്ടാവുള്ളൂ. പിന്നെ 3 മൈക്ക് ഉണ്ട്. അത്യാവശ്യം കോളിങ്ങിനെല്ലാം നല്ലൊരു TWS തന്നെ ആയിരിക്കും. പിന്നെ അത് പറയുമ്പോഴാണ് ഇതിന് 39 അവറിന്റെ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്ന പറയുന്നത് വിത്ത് ദിസ് കേസ്. ഈ കേസ് കൂടി കേസ് ഇല്ലാണ്ട് 9 മണിക്കൂറിന്റെ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നതാണ് കമ്പനി പറയുന്നത്. കമ്പനിക്കാർ അങ്ങനെ എന്തെല്ലോ പറയും. ഏകദേശം അത്ര കിട്ടേണ്ടതാണ്. കേസ് അടക്കം ഏകദേശം ഒരു 30 മണിക്കൂറെങ്കിലും കിട്ടുമായിരിക്കും. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഇതിൽ പാട്ട് ഒന്ന് കേട്ട് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ചെവിയിൽ വെച്ച് ബൈ ദ വേ ഗൈസ്, ഇപ്പം ഇയർബഡ്സ് വെച്ച ഉടനെ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ എനേബിൾ ആയി. ചുറ്റുമുള്ള സൗണ്ടും കാര്യങ്ങളെല്ലാം കട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് പാട്ട് വെച്ച് നോക്കാം. യെസ്, ബ്ലൂടൂത്ത് ഓൺ ആക്കുമ്പോൾ തന്നെ പോപ്പപ്പ് വന്നു. ബ്ലൂടൂത്ത് 5.3 സപ്പോർട്ട് ചെയ്യുന്ന ഇയർബഡ്സ് ആണ്. അപ്പൊ നല്ല ഫാസ്റ്റർ സാധനമായിരിക്കും. അപ്പൊ നമുക്കൊരു പാട്ട് കേട്ട് നോക്കാം ഗൈസ്. 5 minutes later. യെസ് ഗൈസ്, പാട്ട് കേട്ടു. ഒരു രക്ഷയില്ല സംഭവം. ഇത് എടുത്താൽ തന്നെ പാട്ട് പോസ് ആവുന്ന അങ്ങനത്തെ കുറെ ഫീച്ചർ, കുറെ സെൻസറും കാര്യങ്ങളെല്ലാം ഉണ്ട്. ചെവിയിൽ നിന്ന് ഇയർബഡ്സ് എടുക്കുന്ന സമയത്ത് പാട്ട് പോസ് ആവും, തിരിച്ചു വെക്കും പ്ലേ ആവും, വീഡിയോ അതേപോലെ തന്നെ. കിട്ടില്ല ഒരു ഹെഡ്ഫോൺ ആണ് കേട്ടോ. അടിപൊളി സാധനം, എനിക്ക് നല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു പ്രീമിയം സാധനം. നമുക്ക് കയ്യിൽ പിടിക്കുമ്പോൾ ആ ഒരു ഫീല് നമുക്ക് അറിയും. പ്രീമിയം സാധനമാണ്, വേറെ രക്ഷയില്ല, വേറെ ലെവൽ സാധനം. നല്ല സ്പെക്കും, നല്ല അടിപൊളി സ്പെക്കും ആണ്. എയർപോർട്സ് പ്രോനെല്ലാം വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ലെവൽ തന്നെയാണ്. കാരണം നല്ല ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഉണ്ട്, വയർലെസ് ചാർജിങ് ഉണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കും, വയർലെസ് ചാർജിങ് ഉണ്ട്. വയർലെസ് ചാർജിങ് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നല്ല സുഖമാണ്. ചാർജ് തീരുന്ന സമയത്ത് അതിന്റെ മുകളിൽ വെക്കുക, തിരിച്ച് ആദ്യം ഉപയോഗിക്കുക. അതുപോലെ റിവേഴ്സ് വയർലെസ് സപ്പോർട്ട് ചെയ്യുന്ന മൊബൈൽ ഉണ്ടെങ്കിൽ അതിന്റെ ബാക്കിലും വെച്ച് ചാർജ് ചെയ്യുക. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങളും ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഡുവൽ ഡ്രൈവറാണ്, സ്പേഷ്യൽ ഓഡിയോ, ഹൈറസ് ഓഡിയോ, IP55 റേറ്റിംഗ്, ബ്ലൂടൂത്ത് 5.3, പിന്നെ വയർലെസ് ചാർജിങ്, അങ്ങനെ ഉള്ള എല്ലാ സാധനം. 3 മൈക്ക്, 39 അവേഴ്സിന് പ്ലേ ബാക്ക്, അങ്ങനെ എല്ലാം കൂടി തികഞ്ഞ ഈ ഒരു പ്രൈസ് റേഞ്ച്. അതുപോലെ ഗൈസ്, ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചത് 5600 രൂപയ്ക്കാണ് ഇത് മേടിച്ചത്. ഇപ്പൊ 6, 7, 8 ആ റേഞ്ചെല്ലാം കാണുന്നുണ്ട്. ആ ഒരു പൈസക്ക് ഇതില്ല. നേരെ മറിച്ച് നിങ്ങൾക്ക് ഒരു 5000, 6000 റേഞ്ചിനുള്ളിൽ കിട്ടുന്നതാണെങ്കിൽ വെർത്ത് സാധനം, നിങ്ങൾക്ക് കണ്ണു പൂട്ടി മേണിക്കാം, ഒരു കുഴപ്പമില്ല. പിന്നെ 10,000 ഒന്നും കൊടുത്ത് മേണിക്കാനില്ല. കാരണം ഇപ്പം OnePlus Buds Pro 3 ഇറങ്ങി. അപ്പം ഈ 5 to 6 റേഞ്ചിലാണെങ്കിൽ നല്ല സാധനമാണ്, കണ്ണും പൂട്ടിയെടുക്കുക, ഒരു കുഴപ്പമില്ല. നല്ല കിട്ടില്ലൻ സാധനം, പ്രീമിയം സാധനം, കുഞ്ഞു സാധനം, ക്യൂട്ട് സാധനം എല്ലാം. അതുപോലെ ഗൈസ്, ഇതിൽ മറ്റേ ടാപ്പ് ടച്ച് സെൻസർ അല്ല, ഇതിൽ പിഞ്ചാണ്. ഇതിലിപ്പോ കോൾ എടുക്കണം എന്നെല്ലാം ഉണ്ടെങ്കിൽ പിൻ ചെയ്താൽ ഒരു ഒച്ച വെക്കും ചെവിയില്. അപ്പൊ കോൾ എടുക്കാൻ പിൻ ചെയ്യുക, കട്ടാക്കാൻ പിൻ ചെയ്യുക, പാട്ട് പ്ലേ ചെയ്യാൻ പോസ് ചെയ്യുക. അപ്പൊ അങ്ങനത്തെ എല്ലാ സംഭവം പിഞ്ചാണ് ഇതില്. ഇനി ഞാൻ ഇതായിരിക്കും ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എങ്ങനെയുണ്ടെന്ന് ഞാനൊന്ന് ഉപയോഗിച്ച് നോക്കട്ടെ. ഫസ്റ്റ് ഇംപ്രഷൻ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. നല്ല ഇനി മൈക്കും കാര്യങ്ങളെല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്യണം അത്രേ. അത് വെച്ച് നോക്കും പാട്ടെല്ലാം വേറെ ലെവൽ. ഓരോ ഇൻസ്ട്രുമെന്റും സോങ് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവാൻ പറ്റുന്നുണ്ട്. അപ്പം ഇത്രയാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഞങ്ങൾക്ക് ഒരു ഇയർബഡ്സ് നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഓഫറിന് ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, അടിപൊളി സാധനമാണ്, നല്ല കിട്ടു സാധനമാണ്. ഇപ്പൊ കണ്ടില്ലേ, നല്ലൊരു സാറ്റിസ്ഫാക്ടറി ഇതാണ് ഗൈസ്. അപ്പൊ OnePlus Buds Pro 2 താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം. പ്രൊഡക്റ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടും. താല്പര്യം ഉണ്ടെങ്കിൽ പോയി ചെക്ക്ഔട്ട് ചെയ്യുക, മേടിക്കുക, യൂസ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ബൈ.